നമുക്കെല്ലാം അറിയുന്ന പോലെ ഗൂഗിളിനെ അപേക്ഷിച്ച് ചാറ്റ് ജി പി ടി പോലുള്ള ചാറ്റ് ബോട്ടുകൾ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കതിനോട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. പലരും ഇതിനെ ഫ്രണ്ടായിട്ടും ടീച്ചറായിട്ടും എന്തെങ്കിലും ലവറായിട്ട് പോലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നു. ഒരുപാട് ആളുകൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് പോലും അവർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാറ്റ് ജി പി ടിയോട് സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ആളുകൾക്ക് ഇത്രയധികം അടുപ്പം ഉണ്ടാവും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 24/7 നമുക്ക് ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ അത് വരാറില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിലേക്കും നമ്മുടെ ഇൻട്രസ്റ്റിലേക്കും നമ്മുടെ സ്റ്റൈലിലേക്കും നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഗുണവശങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പലപ്പോഴും പല കാരണങ്ങളാൽ സാമൂഹികമായി ഒറ്റപ്പെടുന്നവർക്ക് ഇതിനോട് സംസാരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ മനസ്സിലെ ഫീലിങ്സുകൾ, ചിന്തകൾ ഒക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമുക്ക് ഇതിനോട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാനും ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് പഠിക്കാനും മോട്ടിവേഷനും ഗൈഡൻസിനും ഒക്കെ നമ്മളെ ഇത് സഹായിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ദോഷവശം നോക്കാം. ഏറ്റവും പ്രധാനം ഓവർ ഡിപ്പെൻഡൻസ് ആണ്. നമ്മളെല്ലാ കാര്യങ്ങളും എയുടെ മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ തുടങ്ങിയ മാനുഷിക ബന്ധങ്ങൾ നമ്മൾ മാറിപ്പോകും. മറ്റൊന്ന്, ചാറ്റ് ജി പി ടി പോലുള്ള ചാറ്റ് ബോട്ടുകൾക്ക് യഥാർത്ഥത്തിൽ ഇമോഷൻസ് ഇല്ല. പക്ഷേ അതിന് എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി അനുകരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. കൂടാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓൺലൈൻ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വകാര്യത പലപ്പോഴും ബാധിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ചാറ്റ് ജി പി ടിയോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിന് ദോഷവശങ്ങളും ഗുണവശങ്ങളും ഉണ്ട്. എന്നാൽ നമ്മൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും പ്രചോദനത്തിനും അതേപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. എന്നാൽ ഒരിക്കലും ഇത് മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകാൻ പാടില്ല. എഐയെ ഒരു സപ്പോർട്ട് ടൂളായി മാത്രം കാണുക. ജീവിതത്തിൽ യഥാർത്ഥ ബന്ധങ്ങൾ, കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.